നമസ്കാരം. ഇന്നത്തെ ലഞ്ച് റെസിപ്പി പരിചയപ്പെട്ടാലോ? ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് വെണ്ടയ്ക്ക പച്ചടിയും വഴുതനങ്ങ ഫ്രൈയും പിന്നെ ക്യാരറ്റും ക്യാബേജും ബീൻസ് എല്ലാം ചേർന്നൊരു തോരനാണ്. അപ്പോൾ വെണ്ടയ്ക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തൈരും ഒരു 10 വെണ്ടയ്ക്ക കട്ട് ചെയ്തത്, ചെറിയ വെണ്ടയ്ക്കയാണ്, 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുടി തേങ്ങയും കുറച്ച് കടുകും ചേർത്ത് അരച്ച് വയ്ക്കുക. അതായത് പച്ചമുളകും ഒരു 2 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത വെണ്ടയ്ക്ക പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മൂപ്പിക്കുക. അതിലൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റുക. അത് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ഈ 1 സ്പൂൺ കടുകും ഒരു മൂടി തേങ്ങയും ആ 2 പച്ചമുളകും കൂടെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ട് വരിക. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ചത് ചേർക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് സമയമില്ലാത്ത നേരത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു കറിയാണ്. നമ്മൾ മോരുകറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമില്ലാത്ത ദിവസങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ദിവസങ്ങളിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായി തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് അടുപ്പിൽ തന്നെ അത് താളിക്കാനുള്ളതും കൂടെ വയ്ക്കുക, കടായി വയ്ക്കുക. അത് ചൂടാകുമ്പോഴേക്കും ഇവിടെ വെണ്ടയ്ക്ക നമ്മുടെ പച്ചടി തിളച്ച് നന്നായി വരുമ്പം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് തിളപ്പിക്കുക. പിന്നെ നമ്മൾ ആ 1 കപ്പ് തൈര് തിള വരുമ്പോൾ അതിലേക്ക് ചേർക്കുക. തൈര് ചേർത്ത ശേഷം അധികം തിളയ്ക്കാൻ വെക്കണ്ട. ഒന്ന് നന്നായി ഇളക്കിയിട്ട് അത് ഓഫ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ കടുകും ഇതിൽ 1/2 സ്പൂൺ ഉലുവ ഇടണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മോരിൻ്റെ പുളിപ്പ് ഈക്വലൈസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉലുവ ഇടുന്നത്. ഉലുവയും കരിവേപ്പിലയും, മോരുകറികൾക്കൊക്കെ നമ്മൾ പുളിപ്പുള്ള കറികൾക്കൊക്കെ ഉലുവയും കൂടെ ചേർത്തിട്ട് വേണം താളിക്കാനായിട്ട്. അപ്പോൾ അത് താളിച്ച് ഒഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചടി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാമല്ലോ അല്ലേ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് വഴുതനങ്ങ ഫ്രൈ ആണ്. ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ, പക്ഷേ അത് വീഡിയോ സ്കിപ്പായിപ്പോയി. അപ്പോൾ ഇതിലെന്താ ചേർത്തതെന്ന് വെച്ചാൽ 1 സ്പൂൺ കടലമാവും, 1 സ്പൂൺ മുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, പാകത്തിന് ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്പി കുറേ നേരം വെച്ച ശേഷം അത് ഉപ്പൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് എണ്ണയിൽ ഇതുപോലെ 2 ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഞാൻ തോരൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും എടുത്തിട്ടുണ്ട്, പച്ചമുളകും സവാളയും കട്ട് ചെയ്തിട്ടുണ്ട്, കരിവേപ്പിലയും കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 പിടി തേങ്ങയും 1 സ്പൂൺ ജീരകവും ആണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നേരത്തെ തന്നെ, അതായത് 1 സവാള കട്ട് ചെയ്തത്, കുറച്ച് കരിവേപ്പില, 1 പിടി തേങ്ങ, 1 സ്പൂൺ ജീരകം, ഉപ്പ്, 4 പച്ചമുളക്, ഇത് കട്ട് ചെയ്തത് നമ്മൾ കട്ട് ചെയ്ത ക്യാബേജിലേക്കും ക്യാരറ്റ് ബീൻസ് ഇത് 3 കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് നല്ലോണം തിരുമ്പി കൊടുക്കുക. അപ്പോൾ ആ ജീരകമൊക്കെ നല്ല തിരുമ്പി അതിൽ പിടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടും. അപ്പോൾ സാധാ ഉപ്പേരി വയ്ക്കുമ്പം ക്യാബേജിൽ നിന്നൊന്നും വലിയ ടേസ്റ്റ് കാണില്ല. ഇങ്ങനെ തിരുമ്പി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കടലപ്പരിപ്പ് അതിലേക്ക് ചേർക്കുക. അതൊക്കെ 1 സ്പൂണ് മതിയാവും. ചേർത്ത് കരിവേപ്പിലിട്ട് നമ്മൾ ഈ തിരുമ്പി വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും ബീൻസും ചേർന്ന് ഉപ്പേരി കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുക. ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ പാകത്തിനുള്ളത്. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. കാരണം അതിലുള്ള ആ ഒരു ഉപ്പൊക്കെ ഇടുമ്പോൾ തന്നെ ആ പച്ചക്കറിയിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ഞാനതിൽ എനിക്ക് എപ്പോഴും വെജിറ്റബിൾസിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കണം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ വിഷം അടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി എപ്പോഴും സ്കിപ്പ് ചെയ്യാറില്ല. ഇങ്ങനെ ഈ കളറിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും ഒരു ചെറിയൊരു അംശമെങ്കിലും മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 3 റെസിപ്പിയും സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് മൂടി വെച്ച് ആവി കയറി കഴിയുമ്പോഴേക്കും തന്നെ തോരൻ വെന്തിട്ടുണ്ടാകും. ഒരുപാട് വേവിച്ച് ഇതാക്കണം എന്നില്ല. അപ്പോൾ ട്രൈ ചെയ്യൂ കേട്ടോ. താങ്ക് യു.